സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഭരിക്കുന്നവൻ ഭർത്താവ് എന്നും ഭരിക്കപ്പെടുന്നവൾ ഭാര്യ എന്നുമുള്ള പഴയ ശബ്ദകോശ അർത്ഥങ്ങൾ കൊണ്ട് പുതിയ കാലത്തെ ന്യൂ ജനറേഷൻ ദാമ്പത്യത്തെ വ്യാഖ്യാനിക്കാനാവില്ലെന്ന ഫെമിനിസ്റ്റ് വാദത്തിന് ഭാരതത്തിലും ഒരു പരിധിവരെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പുരാതന കാലത്തെ ജാതക കഥകളിലെ അന്തർജനങ്ങളെല്ലാം അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് എത്തിക്കഴിഞ്ഞു. ഇനി വേണ്ടത് അവരുടെ സ്നേഹവും നന്മയും കരുണയും ഊർജവും അറിവും ശേഷിയും പൊതുസമൂഹത്തിന്റെ പുരോഗമനത്തിനായി പ്രയോജനപ്പെടുത്താനുള്ള സംരംഭങ്ങളാണ്. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ നമ്മോട് സംസാരിക്കുന്ന രുക്മിണി സാഗർ അരനൂറ്റാണ്ടിലേറെയായി മുംബൈ മലയാളികളുടെ വൈവിധ്യമാർന്ന കർമ്മമണ്ഡലങ്ങളിൽ ഗുണാത്മകമായി ഇടപെട്ട് സ്ത്രീശക്തിയുടെ നിഷേധിക്കാനാവാത്ത പ്രതീകമായി വളർന്നു. അറുപത്തഞ്ചിൽ ഞാൻ ബോംബെയിൽ വന്നത്. കല്യാണം കഴിഞ്ഞത് 62. 2-3 കൊല്ലം ഡൽഹിയിലായിരുന്നു. ഇവർക്ക് ഡൽഹിയിലായിരുന്നു ജോലി. അപ്പോൾ പ്രസവിക്കാനൊക്കെ നാട്ടിൽ പോയിരുന്നു. എങ്കിലും 3 കൊല്ലക്കാലം 65 വരെ അവിടെയായിരുന്നു. 65 ജൂണിൽ ഞാൻ ബോംബെക്ക് വന്നു. ഒരു വീട്ടമ്മയല്ല, ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളെ നോക്കുക വയ്ക്കുക അങ്ങനെയേ ഉള്ളൂ. പക്ഷേ ഞാൻ ബോംബെയിൽ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടി. സമൂഹത്തിൽ ഇറങ്ങാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു അവസരം കിട്ടി. ആദ്യമായിട്ട് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് മുള്ളൻ്റെ കേരള സമാജത്തിൽ. അതിന് മുമ്പേ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ പറ്റുന്ന തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുക, അങ്ങനെ കഴിയും. എന്നാലും ഞാൻ വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മോഹമുള്ള ഒരാളാണ്. അങ്ങനെയാണ് സമാജത്തിൽ ലേഡീസിൻ്റെ സമാജം ഉണ്ട് അതിന് മുമ്പ് തന്നെ. അപ്പോൾ ലേഡീസിന് ഒരു ലേഡീസ് വിങ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൽ ഞാൻ 85 മുതൽ അവിടെ പ്രവർത്തിക്കുന്നതാണ്. അവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് സജീവമായ ഒരു പ്രവർത്തനമായിരുന്നു. വളരെയധികം അവിടെ ഞാൻ പ്രവർത്തിച്ചു. 10-18 കൊല്ലം ഞാൻ ആ സമാജത്തിൽ പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്. സാഹിത്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ ബോംബെയിൽ പൊതുവേ ബോംബെ കേരള സമാജം പറഞ്ഞിട്ട് വളരെ ഏറ്റവും മുമ്പേ ഉള്ള ഒരു സമാജമാണ് ബോംബെ കേരള സമാജം. അവിടെ ഒരു സാഹിത്യവേദി പറഞ്ഞിട്ട് അത് തുടങ്ങിയിട്ടുള്ള VT ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10-50 കൊല്ലം 48 കൊല്ലം മറ്റേ അന്നും ഇന്നും ഒരേപോലെ ഫസ്റ്റ് സൺഡേ അവിടെ നടക്കും. അത് സാഹിത്യവേദി എന്നാണ് പറയുക. ഓരോരുത്തർ ചിലർ കവിത അവതരിപ്പിക്കും, ചിലർ കഥ അവതരിപ്പിക്കും, ലേഖനം അങ്ങനെയൊക്കെ. പിന്നെ അതിന് കൊല്ലത്തിലൊരിക്കൽ ഇപ്പോൾ VT ഗോപാലകൃഷ്ണൻ മരിച്ച ശേഷം VT ഗോപാലകൃഷ്ണൻ്റെ പേരിൽ ഇത് കൊടുക്കും, അവാർഡ് കൊടുക്കും. അതൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇവിടെ നെരൂളിൽ ഞങ്ങൾ അക്ഷരസന്ധ്യ എന്ന് പറഞ്ഞിട്ടൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് സൺഡേ. അതെങ്ങനെയാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കൊല്ലമേ ആയിട്ടുള്ളൂ. ഞങ്ങളെങ്ങനെ തുടങ്ങിയിരിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും വലിയ സാഹിത്യകാരന്മാരുടെ എല്ലാവരുടെയും എടുത്തുണ്ട്. മാധവിക്കുട്ടി, ONV, ഉറൂബ്. അവിടെ ഉറൂബിനെയാണ് തുടങ്ങിയത്. കാരശ്ശേരി വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉറൂബ് വെച്ച് തുടങ്ങി ഇങ്ങനെ കടമ്പനിട്ട, പിന്നെ ONV, MT, മാധവിക്കുട്ടി, സുഗതകുമാരി ടീച്ചർ, പിന്നെ ഇവിടെയുള്ള ചില കവികളെയൊക്കെ വിടും. അതുപോലെ മോഹൻദാൻ. കഴിഞ്ഞ സൺഡേ ഉണ്ടായിരുന്നു PP രാമേന്ദ്രൻ്റെ ആയിരുന്നു. കവിതകളാണെങ്കിൽ ചിലർ ചൊല്ലും. അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ പിന്നെ ഡോംബിവില്ലിയിൽ ഇതുപോലെ തന്നെ ഉണ്ട് കഥാചർച്ച എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ഓരോ ഏരിയയിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൻ പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ട് ഇംഗ്ലീഷിൽ വരിച്ചതിനൊന്നുമില്ല. പിന്നെ ഇവരുടെ കൂടെയൊക്കെ കൂടിയ ശേഷം കുട്ടികളെ പഠിപ്പിച്ചിട്ടും അങ്ങനെ ഇവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അങ്ങനെ ഒന്നുവരെ. പിന്നെ എനിക്ക് വേറെ വലിയൊരു ഗുണമുണ്ടായിട്ടുള്ള, ഞാൻ മുള്ളൻ്റെ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നൈബർ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു ആൻറ്റി ഇംഗ്ലീഷിൽ തന്നെ അവരോട് പറയാമോന്ന്. അവർ ഹിന്ദി പറഞ്ഞാലും ആൻറ്റി ഇംഗ്ലീഷിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് സംസാരിക്കാനുള്ള ഒരു ധൈര്യം, അറിയില്ലയോ പറയാനുള്ള ഒരു ധൈര്യം കിട്ടി. അവരോട് സംസാരിച്ച് അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു ധൈര്യം വന്നത്. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിലെ മഞ്ഞപ്രയിൽ കോങ്ങോട് പുതിയ വീട്ടിൽ ശിവരാമൻ മേനോന്റെയും കുഞ്ഞുമാളു അമ്മയുടെയും 5 മക്കളിൽ രണ്ടാമത്തവളായ രുക്മിണി 21-ാം വയസ്സിലാണ് 1963 നഗരത്തിലേക്ക് കൂടുമാറിയത്. തറവാടിന്റെ വായു കടക്കാത്ത ചുമരുകൾക്കകത്ത് ശാശ്വതമായി കെട്ടിനിർത്താനുള്ളതല്ല സ്ത്രീ ഊർജമെന്ന് സ്കൂൾ കാലത്തു തന്നെ ബോധ്യപ്പെട്ടിരുന്ന നവവധു വന്നുപെട്ട സമൂഹ മധ്യത്തിലേക്ക് കാലം കളയാതെ സഭാകമ്പം വെടിഞ്ഞ് കടന്നു ചെന്നു. 2 വർഷം ദില്ലിയിലും
പിന്നീട് മുംബൈയായി പരിണമിച്ച ബോംബെയിലും മഹാനഗരം അവരെ സഹസ്രഹസ്തങ്ങളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ യാത്ര തുടരുന്നു ഇന്നും ഈ സായാഹ്നവേളയിലെത്തി നിൽക്കുമ്പോഴും വിജനമാം വീതിയിൽ ഇരുൾ വീഴും മുൻപേ എത്തേണ്ടതില്ലേ എൻ വിശ്രമകേന്ദ്രത്തിൽ. കുറച്ചൊക്കെ എഴുതാറുണ്ട്, കഥകളൊന്നും എഴുതാറില്ല. കഥകൾ എഴുതാൻ അത് എൻ്റെ വശപ്പെട്ടില്ല. കവിതകൾ ഞാനിങ്ങനെ കുറിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇപ്പോൾ കുറച്ചായിട്ടൊന്നും കുറിക്കാറില്ല. പിന്നെ ഈ ലേഖനങ്ങളൊക്കെ ചിലപ്പോൾ എഴുതും, എന്തിനെങ്കിലുമൊക്കെ പറ്റിയിട്ട് അങ്ങനെ. നാടകം കുറേ അധികം അഭിനയിച്ചിട്ടുണ്ട്, കുറേ അഭിനയിച്ചിട്ടുണ്ട്. 10-15 നാടകം അഭിനയിച്ചിട്ടുണ്ട്. അത് പക്ഷേ സമാജങ്ങൾ, പ്രൊഫഷണൽ നടിയായിട്ടല്ല, സമാജങ്ങളിൽ. ആദ്യമായിട്ട് ഞാൻ ലേഡീസ് ഹോസ്റ്റൽ പറഞ്ഞിട്ട് അത് ചെറിയൊരു 45 മിനിറ്റിൻ്റെ ഏകാംഗ. പിന്നെ അങ്ങനെ പമ്മൻ്റെ 3-4 ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നാണപ്പനുണ്ടായിരുന്നു, ബോംബെയിൽ മഹിളാ സമാജം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേകം കഥകൾ എഴുതി. അതൊന്നും ഒരു 2-3 നാടകം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കല്ലുകൊണ്ടൊരു പെണ്ണില്ലേ, അത് അഭിനയിച്ചിട്ടുണ്ട്. അത് 2-3 സ്റ്റേജിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വിഷമവൃത്തം പറഞ്ഞത് NN പിള്ളയുടെ വിഷമവൃത്തം പറഞ്ഞ നാടകം, NN പിള്ളയുടെ 2-3 നാടകം അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മുള്ളൻ്റെൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ടെറസുണ്ട്, ടോപ്പ് ഫ്ലോറിൽ താമസിക്കേണ്ട വലിയൊരു ടെറസുണ്ട്. അവിടെ ഞങ്ങൾ എന്നും റിഹേഴ്സലൊക്കെ ചെയ്യാം. ഇവിടെ വന്ന ശേഷം ഞാൻ നാടകം, ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സമാജം ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾക്ക് ഒരു ഫുൾ ബിൽഡിങ്ങാണ് സമാജം. നേരം നമ്മൾക്ക് 24 മണിക്കൂർ എല്ലാവർക്കും ഇല്ലേ, സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ വീട്ടു ജോലികളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ വീട്ടിലിരിക്കണേ ഇവരൊക്കെ. പണ്ടൊക്കെ ജോലിക്ക് പോകുന്നവരാണല്ലോ. അപ്പോൾ രാവിലെ എണീച്ച് ജോലിക്ക് പോകും. അപ്പോൾ ആ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതോടുകൂടി നമുക്കുള്ളതും ഉണ്ടാക്കും. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോവുക, എന്താ വെച്ചാൽ കോളേജിൽ പോവുക ചെയ്യും. നമ്മളെ പണിയൊക്കെ അവിടെ ഒരുങ്ങും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ നേത്രാവതി വന്നപ്പോൾ അതിൽ പാൻട്രി കാർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കേരളീയ കേന്ദ്ര സംഘടന പറഞ്ഞിട്ട് ഇവിടെ സമാജങ്ങളുടെ ഒരു അപ്പെക്സ് ബോഡി, അതിൽ ഞാൻ 10-18 കൊല്ലം വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ 2 കൊല്ലമായിട്ട് വിട്ടു, അത്രയേ ഉള്ളൂ. അന്ന് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സമരം ചെയ്തു, നിരാഹാര സമരം, തിരുവോണം ദിവസം. അപ്പോൾ തിരുവോണം ഞാനല്ലേ സമരം ചെയ്യുന്നുള്ളൂ, ഇവരാരും സമരം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ 7:30 മണിക്ക് മുമ്പേ ഫുൾ സദ്യവട്ടം ഉണ്ടാക്കി വെച്ചിട്ട് പപ്പടം വരെ കാച്ചി. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികൾ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇറങ്ങി പോവാം, അവർ ചെയ്തോളും. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി വെച്ച് 7:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആസാദ് മൈതാനിൽ പോകണം സമരത്തിന്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി പോയി വൈകുന്നേരം 5 മണി വരെ അവിടെ സമരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു. അത് ഒരിക്കലും എൻ്റെ അടുത്ത് നീ പോണ്ട, എന്താ അങ്ങനെ, എന്തിനാ പോണേ എന്ന് ഒരിക്കലും ഇന്ന് വരെ ഒരിക്കലും ചോദിച്ചിട്ടില്ല. എവിടെയാണെന്ന് വെച്ചാൽ നേരം വൈകുമ്പോൾ ഒന്ന് ഫോൺ ചെയ്യണം കേട്ടോ എന്ന് പറയും. ഏറിയത് പറയുന്നതാ, വൈകിയാലൊന്ന് ഫോൺ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത്. ഇപ്പപ്പായിട്ട് അതും ഇപ്പൊക്കെ. പണ്ടൊക്കെ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ അതിനൊന്നും പ്രശ്നം. ഇപ്പോൾ പ്രായമായപ്പോൾ മുമ്പർക്ക് ചെറിയൊരു പേടി, വല്ല അസുഖം വന്നാലോ. അപ്പോൾ അവിടെ എത്തിയാൽ ഒന്ന് ഫോൺ ചെയ്യൂ, അവിടുന്ന് പുറപ്പെടുമ്പോൾ ഒന്ന് ഫോൺ ചെയ്യൂ പറയും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതിലെല്ലാം താല്പര്യമുള്ള ആളാണെന്നുള്ളത് ആദ്യം മുതലേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാഷത്തിൽ പഠിക്കുന്ന കാലത്തും എല്ലാറ്റിലും വളരെ സ്മാർട്ടായിരുന്നു. സ്കൂളുകളിലും തന്നെ പല ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ എന്നും ഇത്തരത്തിൽ പുറമേയുള്ള ലോകവുമായി പരിചയപ്പെടാനും അതിൽ ഏർപ്പെടാനും വളരെ താല്പര്യം കാണിക്കുമല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ എൻകറേജ് ചെയ്തു. കുട്ടിക്കാലം തൊട്ട് തന്നെ അങ്ങനെ ഒരു 10-12 വയസ്സ് തൊട്ട് എനിക്ക് ഓർമ്മയില്ല. അമ്മ അങ്ങനെ തന്നെയാണ്. നമ്മൾ വന്ന് മുള്ളുണ്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സമാജത്തിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. കാരണം അവിടുത്തെ മഹിളാ സമാജം അന്നൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അവർ നല്ല പരിചയം, അവരുടെ കൂടെ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ ആൻറ്റിമാരും അവരുടെ മക്കൾ നമ്മളുടെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ആക്ടിവിറ്റീസിലൊക്കെ നമ്മളും അങ്ങനെ വളർന്നു പോയി. പിന്നെ കോളേജ് പോയി, ജോലിയായി, നമ്മളും ഒക്കെ തിരക്കായി. അമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ട ചെയ്യാൻ. വെറുതെ വീട്ടിലിങ്ങനെ ചോറും കൂട്ടാനും വെച്ചിട്ട് വീട്ടിലും ആരും ഇല്ല പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഐ തിങ്ക് അമ്മ ചെയ്യുന്നത് ഗിവ്സ് എ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഷി ബിലീവ്സ് ഇൻ വാട്ട് ഷീ ഡസ്. അപ്പോൾ പിന്നെ അതിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്.
ചുറ്റിലും ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളിൽ സജീവവും സ്വാർത്ഥരഹിതവുമായി ഇടപെടുമ്പോഴാണ് സ്വന്തം ജീവിതം പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നത് എന്ന് ഈ സാമൂഹ്യ പ്രവർത്തക തിരിച്ചറിയുന്നു. മനോവികാസമില്ലാത്ത കുട്ടികളുടെ സ്കൂളിലായാലും വൃദ്ധസദനത്തിലായാലും രുക്മിണി സാഗർ മമതാപൂർവം അനുതാപത്തോടെ ഇടപെടുന്നു. റെയിൽവേക്കെതിരെയുള്ള സമരത്തിനും നാടകാഭിനയത്തിനും കാവ്യരചനയ്ക്കും കുടുംബ പരിപാലനത്തിനും ഭാഷാധ്യാപനത്തിനും വിനോദ പരിപാടികൾക്കും സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. ഡിഗ്നിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷനുണ്ട് ബോംബെയിൽ. അത് ഈ സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഞാൻ കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നെരുളിൽ വന്ന ശേഷം അതിനുള്ള സൗകര്യങ്ങളില്ല. അത് അവർ എന്നോട് പറഞ്ഞു ഇവിടെ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ചാപ്റ്റർ ഉണ്ടാക്കണം, അതിന് ഞാൻ തന്നെ പൈസ ചിലവാക്കി ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അത് ഞാൻ പോയില്ല. പിന്നെ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ സ്പെഷ്യൽ ചിൽഡ്രനില്ലേ, അതിനിവിടെ ഒരു സ്കിൽ ആൻഡ് എബിലിറ്റി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഈ നെരുളിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്, അല്ല മെയിൻ സ്കൂള്. അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു നെരുൾ മുള്ളുണ്ടിൽ. അതിൽ ഞാൻ അവരുടെ കൂടെ ആ കുട്ടികളെ കൂടെ 1.5 കൊല്ലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പോയി ഇരുന്ന് അവരുടെ കൂടെ അവർ അവർക്ക് ടീച്ചർമാരുണ്ട്, അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവർക്ക് ചെയ്യാനുള്ള സൗകര്യം, അവർ ഹാൻഡിക്രാഫ്റ്റൊക്കെ ചെയ്യും. അതിനുവേണ്ടി അവരെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ അവർക്കൊരു ആനുവൽ ഡേ നടത്തണം പറഞ്ഞിട്ട്, അവരത്ര തന്നെ ബുദ്ധിവികാസം ഇല്ലാത്തവരാണല്ലോ, എന്നാലും അവരെ കൂട്ടി ഒരു 8 കുട്ടികളെ എടുത്തിട്ട്, 8 ആളെ തികയേണ്ട ഒരു ആൺകുട്ടിയും 7 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയായിരുന്നു. അവരെ എടുത്ത് ഞാൻ ഈ പാർവണേന്ദു മുഖി എന്നുള്ള ഇതില്ല, അത് കൈകുട്ടികളി പഠിപ്പിച്ച് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ത് പറ്റിച്ചാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഗവൺമെൻറ് പറഞ്ഞു അവരുമായിട്ട് ഇടപഴകണമെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. സാധാരണക്കാർ വെറും സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചെയ്താൽ മതി. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ബോംബെയിലെ സാംസ്കാരിക രംഗത്തെ ഒരു സജീവ സാന്നിധ്യമാണ് രുക്മിണി സാഗർ. മുള്ളുണ്ട് കേരള സമാജം, കേരളീയ കേന്ദ്ര സംഘടന, നെരുൾ സമാജം, അതുപോലെ തന്നെ ഇന്ന് മലയാള ഭാഷാ മിഷൻ്റെ അധ്യക്ഷ എന്നീ വേദികളിലൊക്കെ വളരെ സജീവമായി ഇന്നും ബോംബെയിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് രുക്മിണി സാഗർ. പുരുഷ മേധാവിത്വം ആണല്ലോ നമ്മളുടെ ലോകം മുഴുവൻ. അപ്പോൾ സ്ത്രീകൾക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു, എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഭർത്താവ് പറയേ നീ പോയിട്ടപ്പോൾ ലോകം നന്നാവാൻ പോകണം, നീ വീട്ടിലിരുന്നാൽ മതി. അങ്ങനെ സ്ത്രീകളുടെ അവകാശം പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഒരു പുരുഷൻ അവർക്കിപ്പോൾ വലിയ നല്ല സിനിമ വന്നു, ശരി, ആ സിനിമ ഒന്ന് കാണാൻ പോകണം, ഓഫീസ് വിട്ട് അങ്ങനെ നേരെ പോകും. പക്ഷെ ഒരു സ്ത്രീക്ക് ആ സിനിമ കാണണമെന്ന് പറഞ്ഞാൽ തന്നെ പോയി കണ്ടിട്ട് വരാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ പുറത്തിറങ്ങി കുറച്ച് സാമൂഹ്യ പ്രവർത്തനം തന്നെ ചെയ്യണമെന്ന് ഒരു സ്ത്രീക്ക് മോഹമാണ്. ഈ പാവങ്ങളുടെ ഇടയിൽ പോകണം, എന്തെങ്കിലും ചെയ്യണം, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നെ സമൂഹത്തിൻ്റെ ഇത് കിട്ടില്ല അവർക്ക്, അംഗീകാരം. വീട്ടിൽ നിന്ന് അംഗീകാരം കിട്ടിയാൽ കൂടി സമൂഹം അംഗീകരിക്കും. ഞാനും എന്നെ അറിയുന്ന ആൾക്കാരും അമ്മയെ അറിയണവർക്കൊക്കെ ഏറ്റവും വലിയൊരു ഇംപ്രസീവ് തിങ് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് 74 ഇയർ ഓൾഡാണ്. എന്നാലും ഞങ്ങളെക്കാട്ടിലൊക്കെ ആക്റ്റീവായിട്ടുള്ള പേഴ്സണാണ് ഇൻ എവ്രിതിങ്. എന്താ പറയുക, ഫിസിക്കലി ആയാലും ശരി, മെൻ്റലി ആയാലും ശരി, ഷീസ് എൻ ആക്റ്റീവ് പേഴ്സൺ. ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ദാറ്റ് പർട്ടിക്കുലർ തിങ്. അമ്മയ്ക്ക് ഇന്നും അതെ, എന്ത് കാര്യമുണ്ട് വെച്ചാലും ശരി, ഇറങ്ങി പുറപ്പെടാൻ അമ്മ ഈസ് എ ലീഡർ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. മലയാളം മറന്നുകഴിഞ്ഞ് പ്രവാസി മലയാളികളെ ഭാഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ആരംഭിച്ചിട്ടുള്ള മലയാളം മിഷന്റെ മുംബൈയിലെ ചീഫ് അക്കാഡമിക് കോർഡിനേറ്ററാണ് ഈ 74-കാരി. നഗരത്തിലെ നിരവധി കൈരളി സമാജങ്ങളെ ഏകോപിപ്പിക്കുന്ന കേന്ദ്ര സംഘടനയിലും ഇവർ പ്രവർത്തിക്കുന്നു. കഥാചർച്ചയും അക്ഷരസന്ധ്യയും സംഘടിപ്പിക്കുന്നു. ഇവർക്ക് കർമ്മപഥങ്ങളിലെ പടവുകളൊക്കെയും പ്രായം വിസ്മരിക്കാൻ സഹായിക്കുന്ന ഊർജത്തിന്റെ വറ്റാത്ത സ്രോതസ്സുകളാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മലയാളം മിഷൻ തുടങ്ങിയപ്പോൾ ആദ്യം 6,000 to 7,000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആദ്യം കണിക്കൊന്ന് തുടങ്ങിയപ്പോൾ.
അതിൽ വലിയ കുട്ടികളും ചെറിയ കുട്ടികളും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ രീതിയും കാര്യങ്ങളും, പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ക്ലാസ്സിൽ വന്ന് പഠിക്കണം, ട്രെയിനിങ് കഴിച്ചു ടീച്ചേഴ്സിന്, ക്ലാസ്സിൽ വന്ന് പഠിക്കണം. അപ്പോൾ ഈ വലിയ കുട്ടികൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ വലിയ കുട്ടികൾ കുറേ പേര് കൊഴിഞ്ഞുപോയി. ഇപ്പോൾ 4000-ലധികം കുട്ടികൾ സ്കൂൾ എല്ലാ കനിക്കൊന്നാം ഇത് സൂര്യകാന്തി ആമ്പല് തുടങ്ങാൻ പോണേയുള്ളൂ, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി സുമാർ 4000 ഉണ്ട്. ഇനിയിപ്പോൾ പുതിയ കൊല്ലം, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പുതിയ അഡ്മിഷൻ എടുത്തില്ല. ഈ എല്ലാ കൊല്ലവും 2-3 കുട്ടികളെ എടുക്കുന്നതിന് പകരം ഇക്കൊല്ലം കൂടുതലായിട്ട് ഒന്നിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇക്കൊല്ലം കുറേ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇക്കൊല്ലത്തേത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എല്ലാവരും ഒരു എന്തോ ആണെന്നും പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് ചേർക്കും. പിന്നെ അത് മടി. ഈ പാരൻസിന് ക്ലാസ് കൊണ്ടാക്കുക, ആഴ്ചയിൽ 2 മണിക്കൂറേ ക്ലാസ്സുള്ളൂ. അപ്പോൾ അതിന് വരാനും അത് എല്ലാം ഞാൻ പറയും പോലെ അവർക്ക് മറ്റൊന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല, ജോലിക്ക് ഉപകാരമില്ല, സ്കൂളിൽ ഉപകാരമില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ഉപകാരങ്ങളില്ലാത്ത സ്ഥിതിക്ക് അവർക്കത് മാറ്റിവെക്കും. ഡാൻസ് പഠിച്ചാൽ സ്റ്റേജിൽ കയറാം, കരാട്ടെ പഠിക്കും, ബാഡ്മിൻ്റൺ കളിക്കാം, അതുപോലെയുള്ള എല്ലാറ്റിനും അവർ കുട്ടികളെ പറഞ്ഞയക്കും. ഇതൊക്കെ കൊണ്ട് നടക്കും. സ്വിമ്മിങ്ങിന് പോകണം, ഇതെല്ലാം അതിനൊക്കെ ഓരോ പ്രസ്റ്റീജ് ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ മലയാളത്തിന് അവർക്ക് അതൊന്നുമില്ല. പിന്നെ സ്കൂളിലും ധാരാളം പഠിക്കാനുണ്ടാവും, അതും കുറ്റം പറയാനില്ല. ഇത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി ഒന്നും പഠിക്കണ്ട, ഇവിടെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട, പാരൻസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവരെ കൃത്യമായി ക്ലാസ്സിൽ അയക്കുക, വീട്ടിൽ മലയാളം സംസാരിക്കുക. ഇവിടെ ഒന്നോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ. ഇപ്പം അത് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നാട്ടിൽ പോകുമ്പോൾ ഈ കുട്ടികൾ നന്നായിട്ട് മലയാളം സംസാരിക്കും. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ കുട്ടികൾ ഒന്ന് ഒറ്റപ്പെടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അവർ നന്നായി സംസാരിക്കും. എന്ത് കണ്ടാലും അതിനെപ്പറ്റി പറയാൻ അവർക്ക് അറിയും. ഇപ്പോൾ ഒരു സ്ഥലം കാണാൻ പോയാൽ അല്ലെങ്കിൽ ഒരു അമ്പലം കാണാൻ പോയാൽ, ഒരു ഉത്സവം കണ്ടാൽ അതിനെപ്പറ്റിയൊക്കെ ഇവർക്ക് അറിയാം. കാരണം ഇവിടെ പഠിച്ച കാരണം. അത് കാണുമ്പോൾ അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇതുള്ള അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ പല ചർച്ചകളും നടക്കുന്നുണ്ട്. എങ്കിലും ആ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് പരീക്ഷ പാസ്സാകുമ്പോൾ. ഇതെല്ലാം കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് അതിനോട് താല്പര്യം വന്നു. മാത്രമല്ല ഇപ്പോൾ ഈ സംഗീത നാടക അക്കാദമി ഉണ്ട്, അവർ നാടകം ഈ കുട്ടികളെ വെച്ച് നാടകം ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ പോയാലേ ചെയ്യാൻ പറ്റുള്ളൂ ക്ലാസ്. മാത്രമല്ല കുട്ടികളെ വ്യക്തമായിട്ട് മലയാളം സംസാരിക്കാനും വായിക്കാനും എഴുതാനും തുടങ്ങി കണ്ടപ്പോൾ എല്ലാ പാരൻസിനും പല ആൾക്കാർക്കും ഇതിനോട് കമ്പം തുടങ്ങി. ഇപ്പോൾ കുട്ടികൾ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കുട്ടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയും മക്കളും പഠിക്കുന്നവരുണ്ട് ഓരോ സെൻറ്ററുകളിൽ. അതായത് ഇവിടെ ജനിച്ചു വളർന്ന സ്ത്രീകളുണ്ടാവും, അവർക്ക് മലയാളം പറയാമെന്നല്ലാണ്ട് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ അവരും വരും കുട്ടികളുടെ അവിടെ. എത്രയോ ഉണ്ട്, വാശിയിലുണ്ട്, എവിടെയുണ്ട് മലയാളം പഠിക്കാൻ വേണ്ടി അമ്മയും മക്കളും വരണേ. പല സെൻറ്ററുകളിലും ഉണ്ടായി. ബോംബെയുടെ വളരെ ദൂരത്തുള്ള പ്രദേശങ്ങളിൽ പോലും ഏത് യോഗങ്ങളിലും ഏത് സമയത്തും യോഗങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അർദ്ധരാത്രിയിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രായത്തിലും. അത് രുക്മിണി സാറിനെ മാത്രം അതിനെ നമ്മൾ അഭിനന്ദിച്ചാൽ പോരാ, അവരുടെ ഭർത്താവ് ഉണ്ട് സാഗരങ്ങൾ. രുക്മിണി മാഡം ഇനിയും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അവർ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പല ആക്ടിവിറ്റീസും ഇപ്പോഴുണ്ട്. ഈ മലയാള മിഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ബോംബെയിലാകമാനമുള്ള ചീഫ് കോർഡിനേറ്ററാണ് അവർ. ഏതാണ്ട് 4000-ഓളം കുട്ടികൾ മലയാളം ക്ലാസ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം കോർഡിനേറ്റർമാരുടെ ചീഫ് കോർഡിനേറ്ററാണ് പുള്ളിക്കാരൻ. ഭർത്താവ് കീർത്തി സാഗറിനും പെൺമക്കൾക്കുമൊപ്പം കഴിയുന്ന രുക്മിണി സാഗർ പെൺകുട്ടികളെ സെക്കൻഡ് സെക്സ് ആക്കി വളർത്താൻ ആഗ്രഹിക്കുന്നില്ല. പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വാർപ്പ് മാതൃകകളിൽ നിന്ന് അവർക്ക് മോചനം നേടിക്കൊടുക്കാനാണ് ഈ അമ്മ പരിശ്രമിക്കുന്നത്. എങ്കിലും പുരുഷനോടൊപ്പം സമാസമം നിൽക്കുമ്പോഴും ഈഗോ എന്ന അഹങ്കാരം ആണിനും പെണ്ണിനും അലങ്കാരമല്ല എന്നും അവർ മനസ്സിലാക്കുന്നു. നമ്മൾ ജനിച്ചത് ഏതോ ഒരു കുഗ്രാമത്തിൽ, അവിടുന്ന് ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരാൾ നേരെ ചെന്ന് വിടുന്നത് ഡൽഹി പോലൊരു സ്ഥലത്താണ്. അത് കഴിഞ്ഞ് ബോംബെയിലാണ്. ഇനി ചാവാൻ പോകുന്നത് എവിടെ കിടന്നാൽ മരിക്കാൻ പോകുന്ന ഒരു പാട്ടില്ലേ, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം പറഞ്ഞിട്ട്. അത് നാളെ എവിടെ ഇരുന്നിട്ടോ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ മനസ്സിൽ വന്നത്. അത് നമ്മളെവിടെ ആരെയൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ പരിചയപ്പെടുന്നു, പല തരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നു. അതാണ് ജീവിതം. എങ്ങോട്ടെങ്ങിനെ
തിരിയാതെ ദുഃഖത്തിലീ നാൾ കവലയിൽ ഞാൻ വഴിമുട്ടി നിൽക്കുന്നു, ഭയക്കുന്നു ചുറ്റിലും ഭീകര കാഴ്ചകൾ. തളരുന്നു കാലുകൾ, പതറുന്നു മാനസം, മങ്ങുന്നു കാഴ്ചയും വിളറുന്നു ചിന്തകൾ. മുൻപോട്ടു പാദങ്ങൾ നീങ്ങുന്നില്ലൊട്ടുമേ, കാണുന്നതെല്ലയൊരത്താണി പോലും ഞാൻ. എൻ്റെ ഈ ശരീരമാം ചുമടൊന്നിറക്കുവാൻ വാഹനപ്പാച്ചിലിൻ ഘോര ശബ്ദത്തിലും നീറിപ്പുകയുന്ന ചക്രവാളത്തിൻ്റെ മഞ്ഞച്ച തൽപ്പത്തിൽ വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.